വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ കടയ്ക്ക് മുന്നിൽ കോൺഗ്രസ് ധർണ നടത്തി. റേഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, റേഷൻ കടകളിൽ അരി ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, പൊതുവിതരണ സമ്പ്രദായം കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് EK സജീവൻ അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് അംഗം മണി കാവുങ്കൽ, EK സോമൻ, ജോസഫ് ദേവസി, മേരി ജോളി, CA ഗുഹൻ, PK സക്കറിയ, ജോസ്മി ടൈറ്റസ്, സരോജിനി ശിവദാസൻ, PN രഞ്ജിത്ത്, സ്റ്റാൻലി VD, CA ലത്തീഫ്, ജൈനി ജോഷി, ആനന്ദൻ മുല്ലപ്പറമ്പത്ത്, ജോണി AD, KR പരമു, വത്സ തോമസ്, കനക ശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. അരി ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾ, അവശ്യ ഭക്ഷ്യസാധനങ്ങൾ കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ റേഷൻ കടകളെ കാലിയാക്കി മാറ്റിക്കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ വലിയ പ്രതിസന്ധികളാണ് ഇന്ന് കേരളത്തിലെ റേഷൻ കടകൾ മുന്നിലുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സമസ്ത മേഖലകളും തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ പൊതുമേഖല പൊതുവിതരണ രംഗമെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുപോകുമെന്ന പ്രത്യാശ നമുക്കുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ റേഷൻ സംവിധാനത്തെ ശക്തിപ്പെടുത്താനോ ഈ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പൊതുവിതരണ സമ്പ്രദായത്തിൽ അപാകതകൾ പരിഹരിക്കുന്നതിനോ യാതൊരു നീക്കവും നടത്താതെ ഈ റേഷൻ മേഖലയെ കൂടി സമരരംഗത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് സാധാരണക്കാരുടെ, പട്ടിണിപ്പാവങ്ങളുടെ, ഭക്ഷ്യവസ്തുക്കളുടെ സാധ്യത കൂടി, അരിയുടെയും അവശ്യ വസ്തുക്കളുടെയും സാധ്യത കൂടി ഇല്ലാതാക്കുന്ന അന്നം മുടക്കിയ സർക്കാരായി പിണറായി സർക്കാർ മാറുകയാണ്. സമസ്ത മേഖലകളിലും ഈ സർക്കാർ പരാജയം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് പണമില്ല. നമ്മുടെ അംഗൻവാടികളിൽ കുട്ടികൾക്ക് പാലും മുട്ടയും കൊടുക്കാൻ പണമില്ല. സ്കൂളുകളിൽ കുട്ടികളുടെ പരീക്ഷ പേപ്പർ അച്ചടിക്കാൻ പണമില്ല. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വിരമിച്ചിട്ടും അവർക്ക് അവരുടെ ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങളോ പെൻഷൻ പരിഷ്കരണ ആനുകൂല്യങ്ങളോ DA ഒന്നുമില്ല. ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്.